അങ്ങനെ ദേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദേ വീണ്ടും വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് ചോറും പിന്നെ കടലയാണ് കേട്ടോ കറി വയ്ക്കണേ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി. അത് കുക്കറിലൊക്കെ വേവിച്ച് പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്ന് എൻ്റെ കുക്കിംഗ് ഒക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇതവർക്ക് ചോറിന് കൂടെ കഴിക്കാൻ പപ്പടം വറുത്തതാണ്. അപ്പോൾ സ്റ്റീവിന് ഇപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ വേണ്ട, പപ്പടം മാത്രം മതി. ഇപ്പോൾ ഗ്രേസിന് സ്കൂളിൻ്റെ ബസ് വരുന്ന ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ അവൾ ദേ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ദേ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ചെറിയൊരു മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രേസ് ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. സ്റ്റീവനാണെങ്കിൽ മഴയത്ത് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു ബഹളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ അങ്ങനെ പുറത്തിറക്കിയില്ല. ഇപ്പോൾ അവനെയും ക്ലാസ്സിൽ കൊണ്ടാക്കാനൊരു ടൈമായിട്ടുണ്ട്. അപ്പോൾ മേത്തൊക്കെ ചെറിയ രീതിയിൽ മണ്ണൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കേ നല്ല മഴ പെയ്തു കേട്ടാ. അപ്പം ഇനി അവനുള്ള സ്നാക്സ് ബോക്സ് ഒക്കെ ഇത് റെഡിയാക്കണം. അപ്പം ഇനി ഇന്ന് കാറിൽ വേണം കൊണ്ടാക്കാൻ, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ദേ ഞാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനും അമ്മയ്ക്ക് നൂഡിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അവനുള്ള സ്നാക്സ് ബോക്സിലേക്ക് ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ചൂടാക്കി ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് കോഴിമുട്ട ഡയറക്റ്റ് കൊത്തി ഒഴിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അതിൽ തന്നെ ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി എടുക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പോഴാണെങ്കിലും കോഴിമുട്ട സെപ്പറേറ്റ് പോവില്ലല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അല്ലാണ്ട് കോഴിമുട്ട വേഗം വേറെ സെപ്പറേറ്റ് പൊരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ റോൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആവുമല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ ആ ഒരു ഇതായിട്ട് അങ്ങനെ ഇരുന്നോളും. അങ്ങനെ കുറച്ച് സോസ് ഒഴിച്ച് ഒന്ന് റോൾ ചെയ്ത് അവിടെ സ്നാക്സ് ബോക്സ് അങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനി പഴം ചൂടാക്കി വെക്കണം. അപ്പോൾ സ്റ്റീവിന് ചിലപ്പോൾ 2 സ്നാക്സോ ഒക്കെ കൊടുത്തയക്കും, പിന്നെ ലഞ്ച് വേറെ അങ്ങനെ. അപ്പോൾ അവനുള്ള സ്നാക്സ് ബോക്സിൻ്റെ ഒരു ഐറ്റം അങ്ങനെ റെഡിയായി. അങ്ങനെ സ്റ്റീവനൊക്കെ കൊണ്ടാക്കി ഞങ്ങൾ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പം മഴ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ ഇങ്ങനെ കോഴിമുട്ടയും താറാവും ഒക്കെ മുട്ടയിട്ട് തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും ഒരു സ്ഥലത്താണ് കേട്ടോ മുട്ടയിടുന്നത്. അപ്പോൾ അതൊക്കെ വറക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ചെളിമയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അകത്ത് ആരെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള പരതലാണ് നിങ്ങളീ കാണുന്നത്. കാരണം ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് മുട്ടയിടുന്നത് കേട്ടോ. എല്ലാവരും മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷെ താറാവുകളൊക്കെ മുട്ടയിട്ട് തുടങ്ങി. അപ്പം ഇങ്ങനെ പറക്കിയെടുക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ വീണ്ടും എന്താ പറയുക, മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, നമ്മൾ കുറേ മുട്ടയ്ക്ക് പറക്കിയെടുക്കാറില്ലേ. ആ ഒരു സമയത്തിലേക്ക് ഇങ്ങനെ പയ്യെ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇരുമ്പം പുളിയുമ്പോൾ കുറേ പുളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുളിക്കറിയോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കണത്. മുമ്പ് പ്രാവശ്യം പൊട്ടിച്ചിട്ട് ഞാനത് വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു കറി വെച്ചു എന്നല്ലാണ്ട് ബാക്കി അച്ചാറൊക്കെ ഇടാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഞാനത് കളയണ്ട വന്നു. അപ്പം ഇപ്പം ഞാൻ അത്ര പേരത്തൊന്നും പൊട്ടിച്ചില്ല, കുറച്ചേ പൊട്ടിച്ചുള്ളൂ, വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ചോറും കടലക്കറിയും നമ്മുടെ താറാമുട്ടൊക്കെ ഓംലെറ്റ് അടിച്ച് കഴിച്ച് ഒരു സംതൃപ്തി കിട്ടി. സന്നചാറിന് പിന്നെ ഡയറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കലില്ല. അപ്പോൾ സന്നചാറിന് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും പയ്യെ ചെറുതായിട്ട് ഫുഡൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂട്ടിനാരും കഴിക്കാനില്ലാണ്ടാവുമ്പോഴൊരിത് അങ്ങനെ. പിന്നെന്താ, പിന്നെ സ്റ്റീവനൊക്കെ കൊണ്ടുവന്നു. വൈകുന്നേരമായി, ഞാൻ ജിമ്മിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇനി പിന്നെ വീണ്ടും നമ്മൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി സമയമാണ്. ഇപ്പോൾ മിക്കപ്പോഴും ചപ്പാത്തി തന്നെയാണ്. പിന്നെ ഡയറ്റിന് നമ്മൾക്ക് ചിക്കനിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പനീർ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ഒക്കെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനുള്ള ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഗ്രേസിനും സ്റ്റീവിനും ഞാൻ രാവിലെ സെയിം ഉണ്ടാക്കിയ പോലെ തന്നെ ചപ്പാത്തിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു. പനീറൊക്കെ വെച്ച് അവർക്ക് കുറച്ച് എന്താ പറയുക, ക്യാബേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ച് അവർക്ക് ഞാൻ റോൾ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഇനി കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി. നല്ല വിശപ്പുണ്ട്. അപ്പം അങ്ങനത്തെ ഈ കോഴിമുട്ടയൊക്കെ നേരത്തെ ഞാൻ ഫസ്റ്റ് രാവിലെ ചെയ്ത് കാണിച്ചില്ലേ, ഇതുപോലെ തന്നെ സെയിം തന്നെ ഇങ്ങനെ ചെയ്തു. ഡയറക്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ചപ്പാത്തി റോള് പെട്ടെന്നൊരു വിശപ്പ് മാറാനുള്ള ചപ്പാത്തി റോൾ അങ്ങനെ ഇത് റോള് വെച്ചിട്ടുള്ള ചപ്പാത്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ കുറച്ച് സോസ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഞാൻ പനീർ അവിടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇടുന്നുണ്ട്. പിന്നെ സവോളയും പിന്നെ കുക്കുംബറും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു സലാഡ് പോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് റോളാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ സണ്ണചേട്ടൻ്റെ ഫുഡ് ഇങ്ങനെ തന്നെയാണ് സണ്ണചേട്ടൻ്റെ ഫുഡ്. അപ്പം അതിൽ ക്യാബേജൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സണ്ണചേട്ടൻ്റെയിൽ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാബേജിന് ചെറിയ ഷോർട്ടേജ് വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ എടുത്തില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെച്ച് ഞാനങ്ങനെ റോൾ ചെയ്ത് കഴിച്ചു കേട്ടോ. എന്തായാലും ഇത് ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും വയറ് നല്ല രീതിയിൽ ഫില്ലാവും കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ രാവിലെ പതിവ് പോലെ നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ട് ഇന്ന് ഇഡ്ഡലി ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മിക്കപ്പോഴും ഇഡ്ഡലി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇഡ്ഡലി ഉണ്ടാവും. പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എൻ്റെ ഗ്യാസ് ലൈറ്റർ ചീത്തയായിരുന്നു. ഇത് അത്യാവശ്യം നല്ലതാണ്, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പുതിയതാണ്, അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ ഇനി ഇഡ്ഡലിയും ചമ്മന്തിയാണ് എപ്പോഴും ഇവിടുത്തെ കോമ്പിനേഷൻ. സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. ചമ്മന്തി ഇപ്പോൾ സ്റ്റീവനാണെങ്കിലും ചമ്മന്തി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അധികം എരിവില്ലാണ്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇനി ഗ്രേസിന് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വേണമെന്നൊന്നുമില്ല ലഞ്ചിന്. അവൾക്ക് ചപ്പാത്തിയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. സ്റ്റീവിന് സ്നാക്സും കൂടി കൊടുത്തയക്കുന്നതുകൊണ്ട് അവന് ചോറ് എന്തായാലും വേണം. അവൾക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് രാവിലെ തന്നെ അവളെ പറഞ്ഞയക്കാൻ പെട്ടെന്ന് നല്ല എളുപ്പമാണ്. സ്റ്റീവിന് പിന്നെ അവൾ പോയി കഴിയുമ്പോഴാണ് കുക്ക് ചെയ്യാലും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെന്താ, അപ്പം ഞാൻ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മിക്സർ ഇപ്പം തേങ്ങ ചിരവണ പരിപാടിയേ ഇല്ല. തേങ്ങ ചിരവെടുത്തിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായി. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണ പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ചട്നിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് പാലൊക്കെ കൊടുത്തായിരുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് ദിവസത്തെ പല പല വിശേഷങ്ങളൊക്കെയാണ് നാം വീഡിയോ ആയിട്ട് എടുക്കണേ. ഒരു ഓർഡർ എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഷോർട്സും വീഡിയോസായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ ലോങ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറവാണ്. അപ്പോൾ പയ്യെ ലോങ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അവസാനം ഞാൻ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് ഗ്രേസിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സണ്ണചേട്ടൻ ഞങ്ങൾ അന്തോണിസുണ്ണയാളുടെ പള്ളിയിൽ പോകാറുണ്ട് ചൊവ്വാഴ്ച. അപ്പോൾ അവിടേക്ക് പോയി വന്നു. അവിടുത്തെ നേർച്ച കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവൾ സ്കൂളിൽ പോണേക്കാൾ മുമ്പ് ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് നേർച്ച തരും, അത് കഴിക്കും. അപ്പോൾ സ്റ്റീവ് എപ്പോഴും പറയും ഈശോൻ്റെ പാപ്പം താന്ന് പറയും ഇതിനെ. അപ്പോൾ ആ ഒരു മഞ്ഞ കളറിലുള്ള മുട്ട അപ്പോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു അതിൻ്റെ പേര്, നല്ല മധുരമുള്ളതില്ലേ അങ്ങനെ. അപ്പം ഞാനിന്നതേ ഉച്ചയ്ക്ക് അവരൊക്കെ പോയി, ഞാൻ ഉച്ചയ്ക്ക് ജിമ്മിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ആ ഒരു കോലാഹലത്തിൽ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുമ്പളങ്ങക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുമ്പളങ്ങനെ കട്ട് ചെയ്ത് പച്ചമുളകും പിന്നെ ഒരു സവോളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അധികം വെള്ളം ഇല്ലാണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ ഒരു ഗ്യാപ്പിൽ തേങ്ങ ഒക്കെ ഒന്ന് പൊതിച്ച് ചിരവി മീൻസ് കൊത്തിയെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാൻ പോണത്. അങ്ങനത്തെ രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ ഞാൻ നല്ലോണം ഒന്ന് വേവിച്ചു കുമ്പളങ്ങനെ. അപ്പോൾ ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു. പിന്നെ കറിയൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഉണക്കമീൻ വറക്കാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം ഇത് വോട്ടിൻ്റെ ദിവസമാണ്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗ്രേസും സ്റ്റീവും ഇവിടെ ഉണ്ട്, ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ 2 പേർക്കും TV വെച്ച് കൊടുത്ത് അമ്മമ്മയുടെ അടുത്ത് ഇരുത്തിയേക്കാണ്. വേഗം പോയി നമുക്ക് വേഗം തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് കേട്ടോ. കാരണം അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ വന്നിട്ട് മുറ്റമൊക്കെ അടിക്കണം. ഇന്ന് മുറ്റമടിക്കാൻ നേരം കിട്ടില്ല, നല്ലോണം ചവറൊക്കെ വീണിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെന്താ, ഇന്ന് അന്ന് ഒരു ദിവസം മഴ പെയ്തായിരുന്നു, പിന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ വലിയതായിട്ട് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളതേ വോട്ട് ചെയ്യാൻ എത്തി. പിന്നെ ദേ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വീണ്ടും ദേ ജിമ്മിൽ പോയി തിരിച്ചു വന്നു. പല പല സമയങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ജിമ്മിൽ പോകണത്. എല്ലാം ഒന്നും ഒരു ഓർഡറിലായിട്ട് സെറ്റായിട്ട് വരണേ ഉള്ളൂ. പിന്നെ എന്നാൽ അമ്മയ്ക്കും സ്റ്റീവനും ഗ്രേസിനൊക്കെ അമ്മയ്ക്ക് പോർക്കിറച്ചി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കും കുറച്ച് ഇറച്ചി മാത്രമായിട്ട് മേടിച്ചു. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് അമ്മയ്ക്കും പിള്ളേർക്കും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇറച്ചിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇഞ്ചിയും നമ്മുടെ കാന്താരി മുളകാണ് അതൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേസിന് പോർക്കിറച്ചി അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല. അവർ കഴിക്കും, അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല. അമ്മയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് ഒരു ചെറിയ ചെറിയ പീസായിട്ട് എല്ലില്ലാണ്ട് ചിക്കനും മാത്രം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡാൻസ് ഒക്കെ കാണണേ. സ്റ്റീവും പാട്ട് പാടുന്നുണ്ട്, ഗ്രേസ് ഇടയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതേ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ ഇറച്ചി അങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ചപ്പാത്തിയും പനീറും പിന്നെ കുക്കുംബറൊക്കെയാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് പറഞ്ഞേക്കണത്. അപ്പോൾ അതിനുള്ള പനീർ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പനീർ ബട്ടർ മസാല ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. പിന്നെ ഇത് പോർക്കിറച്ചി ഒന്ന് ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സവോളയും ഇഞ്ചിയല്ല സവോളയും വെളുത്തുള്ളിയും വേവിച്ചപ്പോൾ ഇഞ്ചി ഇട്ടായിരുന്നു. വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് മസാലകളൊക്കെ ഇട്ട് ഇത് ഇറച്ചി ഇട്ടു. ഇത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്റ്റീവിൻ്റെ മുഖത്ത് ഗ്രേസും സ്റ്റീവും മുഖത്തൊക്കെ ഇങ്ങനെ വരച്ച് എന്താ പറയുക ഓരോ ഡാൻസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ മുഖത്ത് രണ്ടുപേരുടെയും വരയും ഇതൊക്കെയാണ്. എൻ്റെ കണ്ണെഴുതണ സാധനം ഏകദേശമൊക്കെ അവർ തീർത്തു. അങ്ങനെ ഞാനുള്ള ഫുഡും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനും ഇത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ വൈകുന്നേരം സാലഡാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് ശരിക്കും പറഞ്ഞാൽ ആകെ 2 പ്രാവശ്യം മാത്രമേ സനേടം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ ആയിരുന്നു ചെയ്തായിരുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഡോക്ടർ അയച്ചു തരും മെനു. അപ്പോൾ അത് ഫോളോ ചെയ്യുക. കുറച്ച് ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് ശീലമായി അങ്ങനെ. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇന്ന് ഡയറ്റാണ്, ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്നൊക്കെ പറയുന്നത്. അതെല്ലാവരുടെ പോലെ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ തുടങ്ങിയേക്കണത്. പിന്നെ കുറേ പേര് ഞാൻ ഡയറ്റ് ചെയ്തായിരുന്നു, എൻ്റെ വെയിറ്റ് അങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്, പറയാനുണ്ട്, മിടു കാണാൻ ഒരു ഭംഗിയില്ല, വൃത്തികേടായെന്നൊക്കെ, ജിമ്മിൽ പോകണോണ്ടാണെന്നൊക്കെ. ജിമ്മിൽ പോകണോണ്ടല്ല കേട്ടോ, ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു 8 കിലോ ഞാൻ കുറച്ചായിരുന്നു. അപ്പോൾ അതും ജിം വർക്കൗട്ടും ഒക്കെ കൂടി നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾ ഉള്ളൊരു വൃത്തികേടുണ്ടല്ലോ. അപ്പോൾ പല്ല് ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നണത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായി വരും. ഇപ്പം തന്നെ ചെറുതായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത്ര നാളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കുന്ന കാരണം അങ്ങനെ ഫീൽ ചെയ്തതാണ്. എനിക്ക് എൻ്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ വയറ് കുറയാന്നുള്ളതായിരുന്നു, അല്ലാണ്ട് വണ്ണം ഭയങ്കരമായിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ലായിരുന്നു. അത് ഇപ്പം എന്തായാലും എനിക്ക് സാധിച്ചു. അപ്പോൾ വയറ് മാത്രമായിട്ട് ഫസ്റ്റ് കുറയില്ലല്ലോ, നമ്മുടെ ബോഡിയിൽ ലാസ്റ്റല്ലേ വയറുമേത്തെ ഫാറ്റൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് വയറ് കുറയ്ക്കണമെങ്കിലും മൊത്തത്തിൽ ആദ്യം ഒന്ന് ക്ഷീണിക്കണം, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ എന്തെങ്കിലും വൃത്തികേടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വയറെന്തായാലും എൻ്റെ കുറഞ്ഞു. ഇപ്പോൾ വർക്കൗട്ടും ചെയ്യണോണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്ര ദിവസമായിട്ടും ഇപ്പോൾ ഒരു 3-4-5 മാസമായി. ഇത്ര ദിവസമായിട്ടും എൻ്റെ വെയിറ്റ് ഒന്നും ഇതുവരെ കൂടിയിട്ടില്ല. 1 കിലോ ഒരു ചെറിയൊരു ചേഞ്ച് വന്നതല്ലാണ്ട് അങ്ങനെ ഇതുവരെ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ജിമ്മിലും കൂടി പോണതുകൊണ്ടായിരിക്കും. എല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ടുള്ള ഒരു മധുരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കണില്ല. പിന്നെ അതേ ഞാനുള്ള സാലഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ. ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ.